രാവിലെ കമ്പനി മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറയുമ്പോൾ വല്ല ബുദ്ധിമുട്ടും തോന്നാറുണ്ടോ? ഇടയ്ക്ക് ഈ മീറ്റിംഗ് ഒക്കെ സ്കിപ്പ് ചെയ്യാറുണ്ടോ? എന്നാൽ ചിലപ്പോൾ പണി കിട്ടാനും സാധ്യതയുണ്ട് കേട്ടോ. US-ൽ ഒരു കമ്പനിയിലെ 111 ജീവനക്കാരിൽ 99 പേരെ ഒറ്റയടിക്ക് ഒരു ഇമെയിൽ അയച്ച് പിരിച്ചുവിട്ടിരിക്കുകയാണ്. കമ്പനിയിൽ ചേർന്ന് 1 മണിക്കൂർ മാത്രം സമയമായ ഇന്റേണിനെ അടക്കമാണ് ജോലി നഷ്ടമായിരിക്കുന്നത്. ടീം കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമായ സ്ലാക്കിൽ അയച്ച മെസ്സേജിലാണ് കമ്പനി 111 ജീവനക്കാരിൽ 99 പേരെയും പിരിച്ചുവിട്ടത്. വിവരം പുറത്തറിയുന്നത് പുറത്താക്കപ്പെട്ട ഇന്റേണുകളിൽ ഒരാൾ CEO ബാൽവിന്റെ അനൌദ്യോഗിക ഭാഷയിലുള്ള ഇമെയിൽ റെഡിറ്റിൽ പങ്കുവച്ചതോടെയാണ്. അമേരിക്കൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കമ്പനിയിലെ CEO ആയ ബാൽഡ്വിനാണ് വിവാദമായ തീരുമാനത്തിന് പിന്നിലെ വ്യക്തി. കമ്പനിയുടെ മോർണിംഗ് മീറ്റിൽ പങ്കെടുക്കാതിരുന്നവരെയാണ് ഒരു മുന്നറിയിപ്പ് നൽകാതെ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഡിയർ ടീം, ഞാൻ CEO ബാൽവി എന്ന് പറഞ്ഞാണ് ഇമെയിലിന്റെ തുടക്കം. ഇന്ന് രാവിലത്തെ മീറ്റിംഗിൽ വരാത്തവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത് നിങ്ങൾക്കുള്ള ഔദ്യോഗിക നോട്ടീസാണ്. നിങ്ങളെ പിരിച്ചുവിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് കോൺട്രാക്റ്റിലെ ഉപാധികൾ പാലിക്കാനാകില്ല. നിങ്ങൾ പങ്കെടുക്കേണ്ട മീറ്റിംഗിൽ നിങ്ങൾ പങ്കെടുത്തില്ല. കമ്പനിയുടേതായ എല്ലാ വസ്തുക്കളും തിരികെ നൽകണമെന്നും എല്ലാ കമ്പനി അക്കൗണ്ടുകളിൽ നിന്നും സൈൻ ഔട്ട് ചെയ്യണമെന്നും തൊഴിലിടത്തിൽ നിന്ന് ഉടനടി ഒഴിഞ്ഞു പോകണമെന്നും മെയിലിൽ പറയുന്നു. മീറ്റിംഗിൽ പങ്കെടുത്ത 11 പേരൊഴികെ ബാക്കി എല്ലാവരെയും പിരിച്ചുവിട്ടിരിക്കുന്നു. ബാൾവിൻ കൂട്ടിച്ചേർത്തു. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഒരവസരം ഞാൻ തന്നു. കഠിനാധ്വാനം ചെയ്യാനും വളരാനും നിങ്ങൾക്ക് സാഹചര്യം ഒരുക്കി. എന്നാൽ അതൊന്നും ഗൗരവമായി എടുത്തിട്ടില്ലെന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. ഇംഗ്ലീഷിലെ ഒരു മുട്ടൻ തെറിയുടെ അകമ്പടിയോടെയാണ് മെയിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. പോസ്റ്റ് വന്നതോടെ സംഭവത്തിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ച് റെഡിറ്റ് ഉപയോക്താക്കളുടെ കമന്റുകളും എത്തി. എന്നാൽ മീറ്റിംഗ് ഉണ്ടെന്ന കാര്യത്തെക്കുറിച്ച് തങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നായിരുന്നു പോസ്റ്റ് ഇട്ടയാളുടെ മറുപടി. ബാൽഡ്വിന്റെ നേതൃത്വത്തിനെതിരെ കമ്പനിയിൽ വ്യാപകമായ എതിർപ്പ് ഉണ്ടായിരുന്നെന്നും പറയുന്നുണ്ട്. എന്തായാലും മോർണിംഗ് മീറ്റിൽ പങ്കെടുക്കാൻ മടിക്കുന്ന മടിയന്മാർക്കും മടിച്ചികൾക്കും ഈ വാർത്ത ഉണ്ടാക്കിയ ഞെട്ടൽ വളരെ വലുതാണ്.